നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീയോട് പ്രണയം തോന്നുന്നതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ അതിനെക്കുറിച്ച് പരിശോധിക്കാം. ഈ ഭൂമിയിൽ മനുഷ്യർ ജീവിച്ചു തുടങ്ങിയ കാലം മുതൽക്കേ ഉള്ള ഒരു പ്രതിഭാസമാണ് പ്രണയം എന്ന് പറയുന്നത്. ഏതൊരു സ്ത്രീക്കും പുരുഷനും പ്രണയം എന്ന് പറയുന്നത് വികാരം തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും പ്രണയിച്ചവരായിരിക്കാം, ഒന്നുകിൽ പ്രണയിക്കുന്നവരായിരിക്കാം. ഈ പ്രണയം എന്ന് പറയുന്നത് പല രീതിയിലും പല സ്വഭാവത്തിലും ഉണ്ടാകും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രണയ രീതിയാണ് കല്യാണം കഴിച്ച ഒരു കുടുംബവുമായി ജീവിക്കുന്ന സ്ത്രീകൾ. ആ സ്ത്രീകളോട് പ്രണയ അഭ്യർത്ഥന നടത്തുന്ന അല്ലെങ്കിൽ പ്രണയത്തിലാവുന്ന കല്യാണം കഴിക്കാത്ത യുവാക്കന്മാരും അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഒരു കുടുംബവുമായി ജീവിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ടാകും. ആ പ്രണയത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? അതിനൊരിക്കലും നമുക്ക് സത്യസന്ധമാണ് എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രണയബന്ധത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളും അതിൻ്റെ പിന്നിലെ കാരണങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. വിവാഹം കഴിച്ച് കുടുംബവുമായി ജീവിക്കുന്ന ഒരു ഭർത്താവ് ആയിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വിവാഹം കഴിച്ച മറ്റൊരു സ്ത്രീയോട് ഒരു ബന്ധം തോന്നുക അല്ലെങ്കിൽ പ്രണയം തോന്നുക അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് കൂടുതലായിട്ട് ആ വ്യക്തിക്കുള്ള ഫിസിക്കൽ ആവശ്യത്തിന് തൻ്റെ ഭാര്യ അത്രക്ക് പോരാ ഈ ഒരു ചിന്താഗതി വരുമ്പോഴാണ്. മറ്റു സ്ത്രീകളെ കൂടുതലായി ആശ്രയിക്കാനും അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുമായിട്ട് ആ വ്യക്തി കൂടുതൽ ബന്ധത്തിലേക്ക് പോകുന്നതും. അതിൻ്റെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയെ എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുക എന്നതാണ്. തൻ്റെ സ്വന്തം ഭാര്യ അത്ര പോരാ, ഈ ഒരു രീതിയിലായിരിക്കും അദ്ദേഹം മറ്റുള്ള ആൾക്കാരോട് അത് പറയുകയും ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ആ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ പ്രണയവിവാഹം അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ്, ആ സമയത്ത് ആ പെൺകുട്ടിയെ കൃത്യമായി മനസ്സിലാക്കി ആ പെൺകുട്ടി കൊള്ളാമെന്ന് മനസ്സിലാക്കി മാത്രമാണ് ഏതൊരു പുരുഷനും വിവാഹം കഴിക്കുന്നത്. പക്ഷേ വിവാഹം കഴിച്ചതിനു ശേഷം ആ ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു ശാരീരിക ബന്ധത്തിന് കൃത്യമായിട്ടുള്ള ഒരു തൃപ്തിപ്പെടൽ ആ പുരുഷന് കിട്ടാതെ വരുമ്പോൾ വേണമെങ്കിൽ കാഴ്ചയിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ ആ പുരുഷൻ കണ്ടിട്ടുണ്ടാവാം. ആ സമയത്ത് ഉള്ള ചിന്താഗതിയാണ് തൻ്റെ സ്വന്തം ഭാര്യ അത്ര പോരാ, അപ്പോൾ കൂടുതലായി കുറ്റപ്പെടുത്താൻ തുടങ്ങും. അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലിൽ നിന്നാണ് മറ്റൊരു സ്ത്രീയിലേക്കുള്ള ബന്ധം അവിടെ തുടങ്ങുന്നത്. യുവാക്കളായിട്ടുള്ള വ്യക്തികൾക്ക് വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീകളുമായിട്ട് ഒരു സൗഹൃദത്തിൽ ആവുകയും പിന്നീട് അത് പ്രണയബന്ധത്തിലേക്ക് മാറുകയും ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ഒരേ ഒരു കാരണമേ ഉള്ളൂ. 99.9% അത്തരം ബന്ധങ്ങളുടെ അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള യുവാക്കളുടെ മനസ്സിലുള്ള ചിന്താഗതി എന്ന് പറയുന്നത്, ആ ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നതാണ്. അത് നേരിട്ടാവണം എന്നില്ല. അത് ചിലപ്പോൾ ഫോണിൽ കൂടെയുള്ള ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ സംസാരത്തിലൂടെ ഉള്ള ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ മെസ്സേജിലൂടെയുള്ള ബന്ധമായിരിക്കാം. പക്ഷേ അവരുടെ മനസ്സിലുള്ള ചിന്താഗതി എന്ന് പറയുന്നത് വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീയാണ്. ആ സ്ത്രീയാകുമ്പോൾ അവർ കൂടുതലായിട്ടുള്ള സെക്സിനെ പറ്റിയുള്ള അടിസ്ഥാന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടറിയാം. അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു സ്ത്രീകളോട് ബന്ധം വയ്ക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ കൂടുതലായി നടക്കും എന്നുള്ളതാണ്. ഈ പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ലോകത്ത് മനുഷ്യന്മാർ ജീവിച്ചു തുടങ്ങിയ കാലം മുതൽ തന്നെ പുരുഷന്മാർ എന്ന് പറയുന്നത് ഒന്നിലധികം ഇണകളെ വേണമെന്ന് കൂടുതലായി ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും യുവാക്കൾ ആണെങ്കിലും വിവാഹം കഴിച്ച ആൾക്കാർ ആണ് എന്ന് ഉണ്ടെങ്കിലും അവർക്ക് എപ്പോഴും ഒരു സ്ത്രീയിൽ നിന്ന് മറ്റൊരു സ്ത്രീയിലേക്ക് പോകണമെന്ന ആഗ്രഹം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും തോന്നിയിട്ടുണ്ടാകും. അതൊരു പരമമായിട്ടുള്ള സത്യമാണ്. വിവാഹത്തിന് മുൻപായിട്ടെങ്കിലും ഒരു സെക്സൽ റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും. യുവാക്കൾക്കാണെങ്കിലും വിവാഹം കഴിച്ച ഭർത്താക്കന്മാർക്ക് ആണെങ്കിലും ഒരു വിവാഹം കഴിച്ച സ്ത്രീയോട് തന്നെ ഒരു പ്രണയബന്ധം തുടങ്ങിയേക്കാം. അങ്ങനെയൊരു ചിന്താഗതി വരുന്നതിൻ്റെ പ്രധാന കാരണം
ആ ഒരു ബന്ധം വളരെ സേഫായിട്ടുള്ള ബന്ധമായിരിക്കാം. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകും. കാരണം ആ ഒരു സ്ത്രീയുമായി പ്രണയത്തിലായി കഴിഞ്ഞാലും അവൾക്ക് മറ്റൊരു ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രണയത്തിൻ്റെ കാര്യം അവർ രഹസ്യമായി വെച്ചേക്കും. അവർ കൂടുതലായി ആരോടും ഷെയർ ചെയ്യില്ല. അങ്ങനെ ഒരു ചിന്താഗതി പുരുഷന്മാർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബന്ധം ധൈര്യമായി തുടങ്ങാനും അവർ തയ്യാറാവുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിവാഹം കഴിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവർ ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീകളുമായി ഒരു പ്രണയബന്ധത്തിലാവാൻ സാധിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, ആ കാര്യങ്ങൾ മുറ പോലെ നടക്കും എന്നതാണ്. അതിൽ പ്രധാനമാണ് സെക്ഷൽ റിലേഷൻഷിപ്പ്. അത്തരത്തിലുള്ള സ്ത്രീകളുമായി ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായി നടക്കും എന്നൊരു തോന്നൽ ഇത്തരത്തിലുള്ള പുരുഷന്മാർക്കാണെങ്കിലും യുവാക്കൾക്ക് ആണെങ്കിലും ഈ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീക്ക് തൻ്റെ പങ്കാളിയായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധമല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ ആ ഒരു സ്ത്രീയുമായിട്ട് തുടക്കത്തിൽ സൗഹൃദം ഉണ്ടാക്കുകയും പിന്നീടത് പ്രണയത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. കാരണം ആ സ്ത്രീകൾ എന്ന് പറയുന്നത് ആ സ്ത്രീകൾ എപ്പോഴും മെൻ്റലി ഡെസ്പായിരിക്കും. അതുമാത്രമല്ല, അവർക്ക് കൂടുതലായിട്ട് ഫിസിക്കലി ആവശ്യങ്ങൾ നടക്കുന്നില്ല. അതുമാത്രമല്ല, മെൻ്റലി സപ്പോർട്ട് ലഭിക്കുന്നില്ലായിരിക്കാം. ആ സമയത്ത് ആ സ്ത്രീകൾക്ക് ഒരു പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു സൗഹൃദത്തിലാകുകയും പിന്നീടത് ഒരു പ്രണയത്തിലേക്ക് കൊണ്ടുപോകാനും ഏറ്റവും കൂടുതൽ യുവാക്കളായിട്ടുള്ള വ്യക്തികളും പുരുഷന്മാരും ശ്രമിക്കും എന്നതാണ്. കൂടുതലായിട്ടും അത്തരത്തിലുള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാർ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ സ്ഥിരമായി വീട്ടിൽ കാണാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ ആണെങ്കിലും ശരി, അവർക്ക് കൂടുതൽ കെയറിങ് ലഭിക്കണമെന്നില്ല. ഒരു സ്ത്രീക്ക് വേണ്ട കെയർ അവിടെ പൊതുവെ കുറവായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കെയറിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കലിയുള്ള കെയറിങ് ആണെങ്കിലും ശരി, മെൻ്റലിയുള്ള കെയറിങ് ആണെങ്കിലും ശരി. അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകളോട് പെട്ടെന്ന് തന്നെ ഒരു സൗഹൃദത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്നും പിന്നീട് അവർക്ക് ലഭിക്കാത്ത കെയർ കൊടുത്തുകൊണ്ട് തന്നെ അത് ഒരു ഫിസിക്കൽ ആവശ്യത്തിനു കൂടി പോകാം എന്നൊരു ചിന്താഗതി ഇത്തരത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാകും എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിവാഹം കഴിച്ചിട്ടില്ലാത്ത പെൺകുട്ടിയെ പ്രണയത്തിലാക്കുന്നതിനേക്കാൾ എളുപ്പം വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീയുമായിട്ടുള്ള പ്രണയത്തിലാകാം. അത്തരത്തിലുള്ള ചിന്താഗതി ഇത്തരത്തിലുള്ള പുരുഷന്മാർക്കും യുവാക്കൾക്കും ഉണ്ടാകും എന്നുള്ളതാണ്. അതായത്, ഇപ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് ആദ്യം പ്രണയിക്കണം. പ്രണയിക്കുമ്പോൾ തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം. ഒരുപാട് ഉത്തരവാദിത്തം അവിടെ ഉണ്ടാകും. മാത്രമല്ല, ആ പെൺകുട്ടിക്ക് ചില ഡിമാൻഡുകൾ ഉണ്ടാകും. ഇതെല്ലാം അംഗീകരിക്കേണ്ടി വരും. നേരെ മറിച്ച് വിവാഹം കഴിച്ചിട്ടുള്ള ഒരു സ്ത്രീയുമായി പ്രണയത്തിലാകുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ഡിമാൻഡുകൾ ഒരുപാട് വരണമെന്നില്ല. അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തം എടുക്കണമെന്നില്ല. ഒരിക്കലും അത് സത്യസന്ധമായ ബന്ധം ആയിരിക്കുകയുമില്ല. അങ്ങനെയാണെങ്കിൽ വളരെ സുരക്ഷിതമായി അവരുടെ ബന്ധം കൊണ്ടുപോകാം. ഇങ്ങനെയൊരു ചിന്താഗതി ഇത്തരം ആൾക്കാർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീകളെ അവർ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ഒരു കാര്യം ചിന്തിച്ചാൽ മാത്രം മതി. വിവാഹം കഴിച്ചിട്ടുള്ള ഒരു സ്ത്രീയോട് പ്രണയം തോന്നുക എന്ന് പറയുമ്പോൾ പ്രണയം എപ്പോഴും നമുക്ക് തോന്നുന്നത് ആ ഒരു പെൺകുട്ടിയുമായി, ആ ഒരു സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ജീവിതം തുടങ്ങണം, ഒരുമിച്ച് ജീവിക്കണം, അങ്ങനെയൊരു ആഗ്രഹം തോന്നുമ്പോഴാണ് അതിനെ പ്രണയമെന്ന് വിളിക്കാൻ സാധിക്കുന്നതാണ്. നേരെ മറിച്ച് വിവാഹം കഴിച്ച ഒരു സ്ത്രീയുമായി അടുപ്പമുണ്ടാക്കുക, പിന്നീട് പ്രണയത്തിലേക്ക് മാറുക, അതൊരിക്കലും സത്യസന്ധമായ പ്രണയം ആയിരിക്കില്ല. കാരണം അവരെ ഒരിക്കലും നമ്മൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു ബന്ധം വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ പോകുമ്പോഴാണ്, അതിന് തെറ്റായിട്ടുള്ള രീതിയിലേക്ക് അധികമായി കടന്നു പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കുടുംബത്തിൽ തന്നെ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കുന്നത്.